ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഴുവൻ കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഇന്നലത്തെ പുതിയ പരാതിയോടുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത്. ഇതുപോലൊരു സൈക്കോപാത്തിനെ സംരക്ഷിച്ച് നിർത്തുകയും അദ്ദേഹത്തിന് നിരവധിയായ സ്ഥാനമാനങ്ങൾ നൽകുകയും നിരവധിയായ പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന സമയത്തും അദ്ദേഹത്തെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, അദ്ദേഹത്തെ പാലക്കാട് നിയമസഭാ സീറ്റ് നൽകി, ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ച് കേരളത്തെ മുഴുവൻ സ്ത്രീജനങ്ങളോടും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും രാഹുൽ നിൽക്കുവാൻ അർഹനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. 2, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. 2, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിയിലേക്ക് ഈ വിഷയം വിടേണ്ടതുണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കും എന്നുള്ളതിൻ്റെ നിയമവശങ്ങൾ പഠിക്കുമെന്നാണ് ആരാധ്യനായ സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് UDFൻ്റെയും LDFൻ്റെയും MLA ഇതിനകത്തുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ MLA CPMൻ്റെ MLA ഇവർ ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം. ഇതിനകത്ത് രാഹുലിനെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെടാനായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച രീതിയിലാണോ ഈ എത്തിക്സ് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടത്, അതിന് വിരുദ്ധമായിട്ടാണോ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ എത്തിക്സ് കമ്മിറ്റിക്ക് അകത്തുള്ള കോൺഗ്രസിൻ്റെ MLA രാഹുലിനെ സഹായിക്കുന്ന സമീപനമാണോ അതിനകത്ത് എടുക്കുന്നത് എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.